കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം സ്വാമി? ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ ഇങ്ങോട്ട് വന്നാൽ മതി. ആ കാണുന്ന നഴ്സറി കണ്ടോ, അത് വിടുമ്പോ ഇഷ്ടംപോലെ കുഞ്ഞിക്കാല് കാണാം. ഒരു 4:45 ആയി കഴിഞ്ഞാൽ സാർമാരുടെ വലിയ കാലം കാണാം. എന്റെ പൊന്നുസ്വാമി അതല്ല, പിന്നെ ഞാനും എന്റെ ഭാര്യയും കൊണ്ട് കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടില്ല. ആറ്റിൽ നോട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്ര എന്നറിയാവോ? ആറ്റിൽ നോക്കിയിരുന്നാൽ കുഞ്ഞിക്കാല് കാണുമോ നിന്നോട് ആരാ പറഞ്ഞേ? ആറ്റിൽ നോക്കിയിരുന്ന കുളിസീനല്ലേ കാണുള്ളൂ, അല്ലേടോ? പിന്നല്ലാതെ. അതല്ല സ്വാമി, പിന്നെ ഞാനും എന്റെ ഭാര്യയും കൂടെ പോയി എത്രത്തോളം ഉരുളി കമഴ്ത്തിയെന്ന് അറിയാവോ? ഉരുളി കമഴ്ത്തിയിട്ട് അതിന്റെ അടിയിലിരുന്ന കുഞ്ഞിക്കാല് കാണോ? വേർത്ത് കുളിച്ച് ചാകുകയല്ലേ ഉള്ളൂ, അല്ലേടോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാനിപ്പോ എന്ത് ചെയ്യണം? തന്റെ നാളെന്താ? എന്റെ നാളെ ആയില്യം. ആയില്ലേ? അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക, പെട്ടെന്നാകും. അയ്യോ അതല്ല, എന്റെ നാളെ ആയില്യം. ഓ ആയില്യം, പാമ്പിന്റെ നാളല്ലേ? നമ്മുടെ നയൻതാരയുടെ നാളും ആയില്യം. അത് സ്വാമിക്ക് എങ്ങനെ അറിയാം? സ്വാമിക്ക് എങ്ങനെ അറിയാമോ? എടോ കേരളത്തിൽ ഡീസന്റ് ആയിട്ട് വെക്കും, തമിഴ്നാട്ടിൽ ചെന്നാ പടം ഉരിയും. സ്വാമി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ദോഷമില്ലാത്ത ഏതെങ്കിലും നാളുണ്ടോ സ്വാമി? ദോഷമില്ലാത്ത നാളുകൾ ഇന്നാള്, മറ്റന്നാള്, കുഞ്ഞുനാള്, പെരുന്നാള്, ഇതൊക്കെ ദോഷമില്ലാത്ത നാളുകളാണ്. അതല്ല സ്വാമി, എന്റെ ഭാര്യയുടെ വല്ല കംപ്ലൈന്റ് ആണോ അറിയാം. ഭാര്യക്ക് എന്താണ്? ഭാര്യയുടെ നാളെന്താണ്? ഭാര്യയുടെ നാള് മൂലം. എന്റെ മൂലവും നാളാ. അല്ല, എന്റെ നാള് മൂലമാ. സ്വാമി എന്തായാലും സ്വാമി ഒരു കാര്യം ചെയ്യും, ഒന്ന് പ്രശ്നം വെക്കണം. പ്രശ്നം വെക്കണം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രശ്നം? അതല്ല സ്വാമി ഞാൻ ഉദ്ദേശിച്ചത്. സ്വാമി ഞാൻ ഉദ്ദേശിച്ചത് ഈ കബഡി. കബഡി കബഡി അപ്പൊ തോറ്റില്ലേ? സ്വാമി എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നോ? ഒരു പണി ചെയ്യേ, തനിക്ക് കുട്ടികൾ എന്താൻ വേണ്ടി ഒരു നാരി പൂജ നടത്താം. നാരി പൂജ? നാരി പൂജ അല്ലടാ, നാരി പൂജ. നാരി പൂജ. നാരി പൂജ തീർച്ചയായിട്ടും ഞാൻ സമ്മതിച്ചിരിക്കും. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. പൂജാവിധികൾ ഞാൻ പറയാം. 1 കിലോ ആപ്പിൾ, 1 കിലോ ആപ്പിൾ, 1 കിലോ മുന്തിരി, 1 കിലോ മുന്തിരി, 1 കിലോ ഓറഞ്ച്, ഇവയുമായി തന്റെ ഭാര്യയെ ഒരു 10 ദിവസം എന്റെ ആശ്രമത്തിൽ കൊണ്ട് നിർത്തുക. എന്റെ ഭാര്യ 10 ദിവസം സ്വാമിയുടെ ആശ്രമത്തിൽ കൊണ്ട് നിർത്തുക. തിരിച്ചു പോകുമ്പോൾ തനിക്ക് കുട്ടികളുണ്ടായിരിക്കും. എന്നിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? 2 കിലോ ആപ്പിൾ, 2 കിലോ മുന്തിരി, 2 കിലോ ഓറഞ്ചുമായി വീണ്ടും ഒരു 10 ദിവസം തന്റെ ഭാര്യയെ എന്റെ ആശ്രമത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടികളുണ്ടാവും. എന്നിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? എന്നിട്ട് കുട്ടികളുണ്ടായില്ലെങ്കിൽ നീ ഒരു പണി ചെയ്യുക, 3 കിലോ ആപ്പിള്, 3 കിലോ മുന്തിരി, 3 കിലോ ഓറഞ്ചുമായി എന്റെ ഭാര്യയെ 10 ദിവസം സ്വാമിയുടെ ആശ്രമത്തിൽ കൊണ്ട് നിർത്തുക. സ്വാമി എന്നിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിലോ? എന്നിട്ട് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താ? നിന്റെ അതേ അസുഖം തന്നെയാണ് എനിക്കെന്നും. സ്വാമി പൂരപ്പറമ്പുകളെ പുളകം കൊള്ളിക്കുന്ന കലോപഹാരമാണ് പ്രൊഫഷണൽ നാടകങ്ങൾ. ചടുലമായ സംഭാഷണ രീതികളും ശബ്ദഗാംഭീര്യവും കൊണ്ട് സഹൃദയ മനസ്സുകളെ കീഴടക്കിയ നാടകങ്ങൾ. ഈ നാടകങ്ങളെ ഹാസ്യവൽക്കരിച്ചുകൊണ്ടുള്ള ധാരാളം കോമഡി ഡ്രാമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇക്കുറി കൊച്ചിൻ നവോദയ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്ന ഈ ആക്ഷേപഹാസ്യ നാടകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും. വാച്ച് എ കളർഫുൾ കോമഡി ഡ്രാമ. ഒരു കള്ള കിട്ടുമോ? കള്ള കള്ള കള്ള. എടാ 8 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ നാടകം വന്നു, സമയം 9:30 അണ്ണാ ഞങ്ങൾ ഇന്ന് കെട്ടിയൊന്ന് തുടങ്ങിക്കോട്ടെ. നല്ല നാടകം തന്നെ ആന്നോടാ ഇത്. നല്ല നാടകം, സൂപ്പർ നാടകം, അടിപൊളി നാടകം. എടാ നാടകം പൊളിഞ്ഞാൽ ഞങ്ങളുടെ നിയമം അങ്ങ് നടപ്പിലാക്കും. എന്തുകൊണ്ടാ ഞങ്ങളുടെ നിയമം? നാടകം പൊളിഞ്ഞാൽ നടന്മാരെയൊക്കെ ഞങ്ങൾ അങ്ങ് വെറുതെ വിടും. അടിപൊളി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നടിമാരെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളുടെ നിയമം പാസ്സാക്കും. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. ഇതുപോലെ ഒരുത്തിയെ പൊക്കിയതാ, പക്ഷെ അവള് പെണ്ണല്ലായിരുന്നു. എടാ പെൺവേഷം കെട്ടിയ ബ്ലൂടൂത്ത് ആയിരുന്നടാ. അയ്യോ ആ സൈസ് ഒന്നും നമുക്കില്ല. നല്ല സൂപ്പർ ഒറിജിനൽ എല്ലാം ഒറിജിനൽ. സംശയം ഉണ്ടാണോ കേട്ടു നോക്ക്. മോളെ രമണി കണ്ടോ, നല്ല സൂപ്പർ ഉണ്ട്. പിന്നെ അധികം കിടന്ന് ലേലം വിളിക്കാതെ നാടകം തുടങ്ങി. ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. അവന്മാരെ എന്നൊക്കെ പിരിവ് മേടിച്ചാ ഈ നാടകം തുടങ്ങി. അവന്മാര് കയറി നിന്ന് നിരങ്ങുന്നതിന് മുമ്പ് നാടകം തുടങ്ങും. പെട്ടെന്ന് അയക്കോ. നിയമം അറിയാവല്ലോ, അത് മനസ്സിലിട്ടേക്കണം. ഞങ്ങള് പോവുക. ഈശ്വര രമണി സാറല്ലേ, ഈ പറഞ്ഞൊക്കെ കേട്ടല്ലോ. നാടകം പൊളിഞ്ഞാലേ ഇവിടെ ഒരു നിയമവന്മാര് നടത്തും. നിന്നെയൊക്കെ പിടിച്ചിവിടെ വെക്കും. എന്നിട്ട് പിന്നെ അവന്മാര് കാണിക്കുന്ന എന്താന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല. മനസ്സിലായില്ലേ? അണ്ണാ നമ്മുടെ സ്റ്റേജിന്റെ പുറകിലാണോ ജനറേറ്റർ വെച്ചേക്കുന്നത്? എടി അത് ജനറേറ്റർ അല്ല, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാൻ ഞാൻ വേലായനോട് പറഞ്ഞിട്ടുണ്ട്. ഡോറും തുറന്ന് കിടപ്പുണ്ട്. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ചറപറ കട്ടുന്ന വാക്കിന് കയറി ഓടിക്കണം. ഞാനും ഓടും. പിന്നെ രമണിയോടൊരു കാര്യം, ഓടുമ്പോ കൂടെ ഓടിക്കണം. അല്ലാതെ കണ്ടടത്തോട്ട് ഓടി കണ്ടവന്റെ കൊച്ചിനെ കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ സമിതി കേട്ടത്തില്ല. ഈശ്വര നാടകം ആരംഭിക്കുന്നു. ഈ ബല്ല് കേട്ടല്ലോ? കേട്ട് ഇന്നെങ്കിലും ഇതൊന്ന് കേട്ടല്ലോ. അടുത്ത ബല്ലിന് നാടകം ആരംഭിക്കുന്നു.
നാരായണ. എന്താ മുത്തശ്ശി? നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല മുത്തശ്ശി നാരായണന്ന് വിളിച്ച്. ഓ, ഞാൻ സാക്ഷാൽ നാരായണനെയാ വിളിച്ചത്. അയ്യോ, ഞാൻ സാക്ഷാൽ നാരായണനല്ല, പിന്നെ കുന്നത്ത് വീട്ടിൽ നാരായണൻ. ഓ, കയറി പോടാകത്ത്. ഈശ്വര, ഇവിടെ എങ്ങും തൂക്കാനും വാരാനും ആരും ഇല്ലാണ്ടായി. ഇവിടെ നിറച്ചും പൊടിയാ. എന്താ മുത്തശ്ശി? വീണ്ടും വന്നേക്കുന്നു. എടാ, നിന്നെ ആരാടാ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചത്? അല്ല മുത്തശ്ശി, പൊടിയാന്ന് വിളിച്ച്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് പൊടിയാന്ന. വലിയൊരു പൊടിയൻ വന്നേക്കുന്നു. അയ്യോ മുത്തശ്ശി, എനിക്ക് 2 പേരുണ്ട്. നിനക്ക് 2 പേരല്ലേ ഉള്ളൂ? എനിക്കാണെങ്കിൽ പണ്ട് 3 പേരുണ്ടായിരുന്നു. അയ്യോ, അത് മുത്തശ്ശിയെ കണ്ടാലറിയാം. എന്ത്? കുറഞ്ഞതൊരു 3 പേരെങ്കിലും വേണമെന്ന്. വൃത്തികെട്ടവൻ ഇറങ്ങി പോടാ അവിടുന്ന്. മുത്തശ്ശിയുടെ മൂത്ത മകൻ രാഘവൻ ചേട്ടൻ ചൂടായിട്ട് വരുന്നു. അയ്യോ എന്റെ നാരായണ, ഇന്ന് ഈ തറവാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. രാഘവൻ ചൂടായിട്ടാണല്ലോ വരുന്നത്. ശരിയാ, നല്ല ചൂടുണ്ട്. ഇന്ന് നീ ചോറുണ്ണണ്ട, കഞ്ഞി കുടിച്ചാ മതി. വേണ്ട വേണ്ട, എനിക്ക് ചോറ് തിന്നാ മതി. രാഘവ, നീ പറയുന്ന കേക്ക്. പറയുന്ന കേക്കോ? ഏത് ബേക്കറിന്ന്? ഓ, ഈ കുട്ടിയോട് ഞാൻ ഇനി എന്താ പറയുക? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ പുന്നാര മകൻ എന്റെ അനുജൻ ഗൾഫിൽ നിൽക്കുന്ന രാജു ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു. ഇനി അവൻ മെസ്സേജ് അയക്കുമ്പോ അതിന്റെ കൂടെ എനിക്കുള്ള എണ്ണയും കൊഴുമ്പും കൂടി അയക്കാൻ പറയണം. അയ്യോ, നേരം സന്ധ്യയായി. ഇന്ന് ടിവിയിൽ വിജയുടെ പടമുണ്ട്. രാമ 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 കിട്ടേ വില്ലേ കേട്ടേ ഭീമ 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 കിട്ടേ. രാഘവേട്ടാ, ഭാഗീരഥി, നീ ഇത്രയും സമയം എവിടെ പോയിരുന്നു? തൊഴാൻ പോയി. ഏത് വെള്ളത്തിൽ? അമ്പലത്തിൽ തൊഴാൻ പോയതാ. ചൂടാവണടി. അമ്പലത്തിൽ തൊഴാനല്ലാതെ നിസ്കരിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഇതാ ചേട്ടാ. എന്താ ഇത്? അർച്ചന കഴിച്ചതാ. കൊണ്ടുപടിയോടുന്നു. കണ്ടവളുമാര് കഴിച്ചതിന്റെ ബാക്കിയൊക്കെ എനിക്ക് കൊണ്ട് തന്നേക്കുന്നു. ഈ മേലേക്കർ രാഘവൻ പട്ടിണി കിടന്ന് വാരിയിൽ തെളിഞ്ഞെന്ന് വെച്ച് കണ്ടവരുടെ എച്ചില് തിന്നാൻ ഞാൻ എന്റെ പേരിൽ അർച്ചന കഴിച്ചതാണെന്ന്. കാവില് വിളക്ക് വെച്ചോ? നീ വെച്ചു. എടുത്തോണ്ട് പോടി. കള്ളന്മാർ ഒരുപാടുള്ള ഏരിയ. അകത്ത് വെച്ചിട്ട് കാണുന്നില്ല, പിന്നെ പുറത്ത്. പിന്നെ ഒരു പാട്ടവിളക്ക് എടുത്തോണ്ട് പോയാൽ അവർക്ക് എന്തോ കിട്ടാന്? ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താടി? എന്താ? ദീപാരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അമ്പലത്തിലെ സെക്രട്ടറി അങ്ങേ തിരക്കി. തിരക്കും. ആണുങ്ങൾ തിരക്കും. അട്ടെ, എന്ത് പറഞ്ഞു? നാളെയും സമൂഹ സദ്യയുണ്ട്, വന്നിരുന്ന് നാണമില്ലാതെ തിന്നിട്ട് പോകാൻ. സുമലത്തെ, നീ എങ്ങോട്ടാ? കോളേജിലേക്കാ. ഇന്നെന്താ അരപ്പാവടി കൊടുത്ത? ഇന്ന് ശനിയാഴ്ചയല്ലേ, ഉച്ചവരെയല്ലേ ക്ലാസ്. അതാ അരപ്പാവാട. ഓഹോ, എങ്കിൽ നാളെ നീ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. അതെന്താ? നാളെ ഞായറാഴ്ചയല്ലേ, ക്ലാസ് ഇല്ലല്ലോ. മോളെ, നീ സുരേഷൻ തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ കണിമംഗലം കോലത്തെ ഭാഗീരഥി തമ്പ്രാട്ടിയുടെ മകൾ 10 മാസം ചുമന്ന് പെറ്റ നീ അമ്മ കേൾക്കരുത്. അമ്മേ, എന്റെ കഴുത്തിൽ താലി കെട്ടുന്നെങ്കിൽ അതിന്റെ സുരേഷിന്റെ മാത്രമായിരിക്കും. ദൈവമേ, ഇതൊക്കെ ഇവിടെ ആങ്ങളെ കേട്ടാൽ ഇന്ന് ഈ വീട്ടിൽ കൊലപാതകം നടക്കും. തീർക്കും ഞാൻ. വേണ്ട മോനെ, വേണ്ട. അയ്യോ, ഒന്നും ചെയ്യരുത്. വേണ്ട മക്കളെ, വേണ്ട. 3 ദിവസമായി ക്ഷമിക്കുന്നു. എന്നെ തീർക്കും ഞാൻ. ദൈവമേ, അവൻ പറയുന്നത് പോലെ ചെയ്യുന്നവനാ. ഇന്ന് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? അടുക്കളയിരുന്ന മുഴുവൻ പഴഞ്ചോറും ഞാൻ തീർത്ത്. മഹാഭാവി, നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലടാ ഒരു ഉരുളയെങ്കിലും എനിക്ക് വെച്ചേക്കാൻ. ഇന്നുച്ചക്ക് ഞാൻ ഇനി എന്തോ എടുത്ത് വെച്ച് തിന്നും ഭഗവാന്. ആ ഭാഗീരഥി, നടന്നു. നീ അപ്പുറത്തെ വർഗീസ് കൈമളിന്റെ വീട്ടിൽ പോയി മുണ്ടിൽ മുക്കാനാന്ന് പറഞ്ഞ് കുറച്ച് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് പോവാ. അത് നടക്കില്ല. അതെന്താടി? ഈ പേരും പറഞ്ഞ് ഞാൻ അവിടുന്ന് 4 വട്ടം കഞ്ഞിവെള്ളം മേടിച്ചു കുടിച്ചു. ഭാഗീരഥി, ഹലോ. പിന്നല്ലാതെ വന്നോളൂ. ഹാർത്തിലി വെറുക്കും. ഭാഗീരഥി, എന്റെ കുറെ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വീട്ടിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നീ മാറ്റിക്കോണം. എന്താ വരുന്നത്? വല്ല കള്ളന്മാരുമാണോ? അല്ലടി, അല്ല. പക്ഷേ അവന്മാരുടെ സാധനങ്ങൾ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവുണ്ടടി. എന്താ നീ വിളിച്ചതാ? പിള്ളേറച്ചാന്ന്. അയ്യോ, എന്ത് പറ്റി? നീ എന്നെ അങ്ങനെ വിളിക്കുമ്പോ ചെയ്യാത്ത ഏതോ ഒരു കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പോലൊരു തോന്നൽ. കൊച്ചു കള്ളൻ എവിടെ പോയിരിക്കാണോ എന്റെ സുരേഷേട്ടൻ?
ഇന്നെന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. സുമലതേ. ഹായ് സുരേഷ് ഏട്ടൻ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. വേണ്ട, ഞാൻ മിണ്ടൂല. സുമലതേ, നിന്റെ പടക്കം മാറ്റാൻ നിനക്ക് ഞാൻ 2 ഐസ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ, ഇത് 2 കമ്പ് മാത്രല്ലേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്നും ഇവിടം വരെ ഐസും മേടിച്ചോണ്ട് വരുമ്പോ ഇവിടെ വന്നപ്പോ കമ്പെങ്കിലും കിട്ടിയത് നിന്റെ ഭാഗ്യമാടി, ഭാഗ്യം. അയ്യേ, ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടല്ലേ? അതെ, ഒരല്പം, വെറും 12 പെഗ്. അയ്യോ, ഇങ്ങനെ മദ്യപിച്ചാലേ കരള് പോകും. നീയല്ലേടി എന്റെ കരള്. ആ കരളെ വേറെ ആരെങ്കിലും ഇവിടെ പോകുമെന്നാ ഞാൻ പറഞ്ഞത്. സുതമല്ലേ? അല്ല, സുമലതേ. സ്മോളൂട്ടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ പ്രേമവും മദ്യവും ഒരുപോലെ. അതെന്താ ചേട്ടാ അങ്ങനെ? ഇത് രണ്ടും ഓവറായാൽ വാള് വെക്കും. ചേട്ടൻ ഇങ്ങനെ വാള് വെച്ച് നടന്നോ? എന്റെ അച്ഛനെ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. എന്നാ നാളെ തന്നെ ഞാൻ വന്ന് നിന്റെ അച്ഛന്റെ അടുത്ത് പെണ്ണ് ചോദിക്കും. ഇപ്പൊ തന്നെ നടത്തി തരും. അംബാനി വന്ന് കല്യാണം ആലോചിച്ചിട്ട് പോലും എന്റെ അച്ഛൻ സമ്മതിച്ചില്ല. അതെന്താടി അംബാനിക്ക് കെട്ടിച്ചു കൊടുക്കാഞ്ഞത്? അംബാനിക്ക് സർക്കാർ ജോലി ഇല്ലെന്ന്. സുമലതേ, ഞാനും ഒരു കൊച്ചമ്പാനിയാണ്. 35 കോടി രൂപ വിലയുള്ള ഒരു കമ്പനി ശരിക്കും ഉണ്ടടി, ഉണ്ട്. നിർത്തടാ. എനിക്കെന്താടാ അങ്ങേ വീട്ടിൽ കാര്യം? അല്ല, നിനക്കെന്താടാ ഇവിടെ കാര്യം? അമ്മാവാ, ഈ കയറിപ്പോന്ന സുമലതേ എനിക്ക് കിട്ടിച്ചേരണം. അതിന് നിനക്കെത്ര ആസ്തി ഉണ്ടടാ? അല്ല, ആസ്തി ഉണ്ടടാ. 35 കോടിയും 35 കോടി രൂപ. സുരേഷേ, ഞങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ ഇന്നലെ വന്ന ചെറുക്കന് ആസ്തി എത്രയാണെന്ന് നിനക്ക് അറിയണ്ടേ? എത്ര? 150 കോടി രൂപ. 150 കോടി രൂപ. 35 കോടി രൂപ. അയ്യോ, എന്തോ ചേട്ടാ, നീ എന്തുവാടാ പറഞ്ഞ? 36 കോടി രൂപ. ലവൻ എന്തുവാടാ പറഞ്ഞേ? 150 കോടി രൂപ. എത്ര രൂപയ്ക്കാടാ ഈ നാടകം ഇവിടെ ബുക്ക് ചെയ്തേ? 4500 രൂപയും ചോറും. 4500 രൂപ ചോറും. അതെ. നിനക്ക് എത്ര രൂപ ശമ്പളം? 350 രൂപയും പഴങ്കഞ്ഞി. അവന്റെ അഹങ്കാരം കണ്ടോ? പഴങ്കഞ്ഞിയും 350 രൂപ ശമ്പളം പേടിക്കുന്ന നീ ആന്നോടാ 36 കോടി രൂപ. എടാ, ഇവന്റെ അഹങ്കാരം കണ്ടോ? ഇവനെ അങ്ങ് തല്ലി അങ്ങ് കൊന്നാലെന്തേ? നാടകം പൊളിഞ്ഞു. അയ്യോ, അതൊന്നും ഇല്ലെണ്ണ. നല്ല സൂപ്പറായിട്ട് നാടകം പോയിക്കൊണ്ടിരിക്കുക. ക്ലൈമാക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കരഞ്ഞു പോകും. എത്ര സൂപ്പർ നാടകമാണെങ്കിലും നാടകം പൊളിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളെ നിയമമോ വലുത്, നിയമം നടപ്പിലാക്കും. അയ്യോ, നിയമോ? ആ, നിയമം. എന്ത്? എടാ, നിയമം നേരത്തെ പറഞ്ഞില്ലേ? ഞങ്ങൾ നാടക നടന്മാരെയൊക്കെ വെറുതെ വിടും, നടിമാരെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങളുടെ നിയമം പാസ്സാക്കും. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് മാറിയില്ലടി. ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങോട്ട് ആഴ്ചയുടെ ചെവള ഞാൻ പൊട്ടിക്കും കേട്ടാ. ഇങ്ങോട്ട് മാറിയില്ലടാ. കമ്മിറ്റിക്കാരെ, നിയമം കുറെയൊക്കെ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ കൂടെ ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശിയെ മാത്രം നിങ്ങൾ വെറുതെ വിടണം. നിർത്തടി. അവരെ തടയണ്ട. ഇവിടുത്തെ നിയമം പോലെ തന്നെ നടക്കട്ടെ. മുത്തശ്ശി. അമ്പലപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വക്ക കാണണോ? കാണണം.